നമസ്കാരം. വട്ടമേശ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആർ ശങ്കറിനെ കുറിച്ചാണ്. കേരള രാഷ്ട്രീയത്തെ ഒരു കാലത്ത് കൈക്കുമ്പിളിൽ അമ്മാനമാടിയ സാക്ഷാൽ രാമൻ ശങ്കർ. ഇന്ന് എന്താണ് രാമൻ ശങ്കർ എന്ന ആർ ശങ്കറിൻ്റെ പ്രസക്തി? ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നേതാവ്, KPCC അധ്യക്ഷൻ, ഉപമുഖ്യമന്ത്രി, വിദ്യാഭ്യാസത്തിൻ്റെ ചുമതലയുള്ള ഉപമുഖ്യമന്ത്രി, പിന്നീട് മുഖ്യമന്ത്രി, ദേശീയ തലത്തോളം ഉയർന്നു നിന്ന അതികായനായ രാഷ്ട്രീയ നേതാവായിരുന്നു ആർ ശങ്കർ. ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഈഴവ സമുദായം കേരള രാഷ്ട്രീയത്തിന്, ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത അതുല്യ പ്രതിഭ. ആർ ശങ്കർ ഇന്ന് ഒരു പലതരം വിവാദങ്ങളിൽപ്പെട്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശനും സംഘപരിവാറും ആർ ശങ്കറിൻ്റെ പേരും പെരുമയും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യവും കയ്യിലൊതുക്കാൻ ശ്രമിക്കുകയാണോ എന്നുള്ള ചോദ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ആർ ശങ്കർ അനുസ്മരണം നടത്തുകയാണ് വട്ടമേശ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ചെറിയാൻ ഫിലിപ്പ്, പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ, ഡോക്ടർ അഞ്ചയിൽ രഘു. ആർ ശങ്കർ ഒരു യുഗ സൃഷ്ടാവ് എന്ന പേരിൽ ഒരു പുസ്തകം അദ്ദേഹം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. പ്രസിദ്ധീകരണം ഉടനെ. ശരത്ചന്ദ്ര പ്രസാദ്, KPCC ജനറൽ സെക്രട്ടറി, ആർ ശങ്കർ ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റ്. വട്ടമേശ ആരംഭിക്കുന്നു. ചെറിയ ഫിലിപ്പ്, എന്താണ് ആർ ശങ്കറിൻ്റെ ഒരു പ്രസക്തി രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ, കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ, കേരള സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ, കേരള രാഷ്ട്രീയത്തിലൂടെ? കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ നട്ടലുള്ള ഒരു മുഖ്യമന്ത്രി എന്ന പേര് ആർജിച്ച ആളാണ് ശ്രീ ആർ ശങ്കർ. അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം തന്നെ പറയാറുണ്ട്, എൻ്റെ അനാട്ടമി അങ്ങനെയാണ്. അതായത് ഞാൻ ഒരിക്കലും താഴാറില്ല, കുനിയാറില്ല, എൻ്റെ നട്ടലിൻ്റെ ഘടന അങ്ങനെയാണ് എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തെ ഒരു ധാർഷ്ട്യക്കാരൻ, ധിക്കാരിയാണെന്നൊക്കെ പറഞ്ഞേ പോലും അദ്ദേഹം സംശുദ്ധനായ നല്ല നിലവാരമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഉന്നത നിലവാരമുള്ള ആളായിരുന്നു. ഇത് ഞാൻ പറയുന്നത് ഒരു ചരിത്രകാരൻ നിലയല്ല, എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ്. ഞാൻ ഈ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ ആർ ശങ്കറിനെ എനിക്കറിയാം. ഞാൻ കുട്ടിക്കാലത്ത് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് സ്വന്തം വീട്ടിൽ കുന്നുകുടിയിൽ താമസിക്കുന്ന ആർ ശങ്കറിനെ തൊട്ടടുത്ത ഒരു വെളിപ്പാടകല താമസിക്കുന്ന ഞാൻ കൊച്ചുകുട്ടിയായപ്പോൾ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ 1965 അവിടുത്തെ കോർപ്പറേഷൻ ഇലക്ഷനിൽ എൻ്റെ ക്ലാസ് അധ്യാപകനായ കുരിശപ്പ സാറിനോട് പ്രസംഗിക്കാൻ പോയപ്പോൾ ആ സമയത്ത് തന്നെ CR ദാസ് എന്ന് പറഞ്ഞ DCC പ്രസിഡന്റ്, മേയറായിരുന്ന ആൾ കുന്നുകുടിയിൽ മത്സരിക്കുന്നു. ഇവർ അനുഗ്രഹം തേടാൻ വേണ്ടി പോയത് 65 ശങ്കറിൻ്റെ വീട്ടിലാണ്. ആ സന്ദർഭത്തിലാണ് ഞാൻ ശങ്കറെ പരിചയപ്പെടുന്നത്. അതിനുശേഷം നിരന്തരമായി അദ്ദേഹം മരിക്കുന്നതുവരെ അദ്ദേഹമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. അതിനുള്ള ഭാഗ്യം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ അയൽവാസിയാവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചുകൊണ്ടാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടുകാരും എല്ലാം താമസിക്കുന്നത് കുന്നുകുടിയിലാണ്. ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത കൈരളി സ്റ്റുഡിയോയിൽ നിന്നും ഒരു ഫർലോങ് പോലും ഇല്ലാത്ത ഒരു സ്ഥലം. ഫർലോങ് അല്ല, ഒരു 100 ഭാര്യ അകലെയാണ്. അടുത്ത വളവിലാണ് ശങ്കർ താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൾ ശശികുമാരി അവിടെ താമസിക്കുന്നുണ്ട്. മകളുടെ ഭർത്താവ് ഡോക്ടർ സുഭാഷ് ചന്ദ്രൻ അവിടെയുണ്ട്. അവർ കൊച്ചുമക്കളുണ്ട്. അവർ കഴിയുന്നു. മോഹൻ സെക്രട്ടറി അടക്കമൊക്കെ അവിടെ വരാറുമുണ്ട്. അപ്പോൾ ഞാൻ നേരിട്ട് കണ്ട, ഞാൻ അറിയുന്ന ആർ ശങ്കർ കണ്ടിട്ടുള്ളത് ഒരു KSUവിലായിരുന്നു ചെറുപ്പം മുതലേ. അപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് അല്ല, ഞാൻ KSU വരുന്നതിന് മുമ്പ് തന്നെ ആർ ശങ്കറെ കണ്ടു, പരിചയപ്പെട്ടു. അന്ന് ഞാൻ കോൺഗ്രസിൻ്റെ ഒരു സാധാരണ പ്രവർത്തകനാണ്. 1967 ശങ്കർ മത്സരിക്കുമ്പോൾ കുന്നുകുഴിയിൽ നിന്നും ഞങ്ങൾ സംഘം മൈക്രോ അനൗൺസ്മെൻറ്റ് പോയി. ഞാൻ മൈക്രോ അനൗൺസ്മെൻറ്റിൽ പോയ ആളാണ്. അന്ന് G. കാർത്തികൻ ഉണ്ടായിരുന്നു. G. കാർത്തികൻ SM കോളേജിലെ വിദ്യാർത്ഥിയാണ്. G. കാർത്തികൻ അന്ന് ആർ ശങ്കറിൻ്റെ ഒരു പെറ്റായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ കാർത്തികേയനും ഞാനുമാണ് അദ്ദേഹത്തിന് സീറ്റ് കിട്ടാതെ വന്നപ്പോൾ വിഷാദം പൊടുന്നുണ്ട്. ഞാനിത് പറഞ്ഞു വന്നത്, ആർ ശങ്കറിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ അടുപ്പം കുറച്ച് നാൾ. കാരണം ആർ ശങ്കറിൻ്റെതായി ബന്ധമുണ്ടായിരുന്ന ആൾ DCC പ്രസിഡൻ്റായിരുന്നപ്പോൾ വക്കം ബിഷോത്തുവിന് ബന്ധമുണ്ടായിരുന്നു. അതിനുശേഷം ആർ ശങ്കറുമായിട്ട് രാഷ്ട്രീയമായ ബന്ധത്തിനപ്പുറം ശരത്ചന്ദ്ര പ്രസാദ് തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളാണ്. എങ്കിലും ആർ ശങ്കറിൻ്റെ കുടുംബവുമായി നല്ല ബന്ധമുണ്ട്. ആർ ശങ്കർ മരിച്ചതിന് ശേഷം ആർ ശങ്കറിനെ ഓർക്കുന്ന ഏക കോൺഗ്രസ്സുകാരൻ ശരത്ചന്ദ്ര പ്രസാദാണ്. അദ്ദേഹം ആർ ശങ്കർ ഫൗണ്ടേഷൻ രൂപീകരിച്ചു. ഞാൻ കോൺഗ്രസിൽ ഭാരവാഹിയായിരുന്ന കാലഘട്ടത്തിലാണ്. ആർ ഫൗണ്ടേഷൻ തുടങ്ങിയ സമയത്ത് ശരത്തിനെ സഹായിക്കാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ആ മീറ്റിങ്ങിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളായതുകൊണ്ടാണ് ധൈര്യപൂർവ്വം ഇത് പറയുന്നത്. പിന്നീട് അദ്ദേഹം KPCC പ്രസിഡന്റായി രമേശ് ചെന്നിത്തല വരുന്ന സന്ദർഭത്തിലാണ് പ്രതിമ ഉണ്ടാക്കുന്നത്. 40 വർഷം കഴിഞ്ഞ് ശങ്കർ മരിച്ച ശേഷം തിരുവനന്തപുരത്ത് ഒരു പ്രതിമയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ്
അവകാശപ്പെടാവുന്നത് കോൺഗ്രസ് പാർട്ടിക്കല്ല എന്ന് അടിവരായിട്ട് പറയുന്നു. ശരത്ചന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് മാത്രമാണ്. നമ്മുടെ ഡോക്ടർ ആർ ശങ്കർ, ഒരു യുഗ സൃഷ്ടാവ്, ഡോക്ടർ അഞ്ജലി രഘു, പ്രൊഫസർ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ ആർ ശങ്കറിൻ്റെ ആകാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. രണ്ടുപേരും വായിക്കട്ടെ. ഒരു പുസ്തക പാരായണം കൂടെ ആവാം, ഏതെങ്കിലും പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന പുസ്തകമാണ്, ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്കൊരു അതിൻ്റെ ഒരു കൗതുകം കൂടിയുണ്ട്. ആർ ശങ്കറിൻ്റെ മസ്തിഷ്കം പോലെ തന്നെ ശരീരഘടനയും ഒരു യഥാർത്ഥ നേതാവിൻ്റെതായിരുന്നു. അരോഗ ദൃഢഗാത്രൻ, നട്ടെല്ല് വളയാത്ത ശരീരഘടന, 5 അടി 9 ഇഞ്ച് പൊക്കം, ചെമ്പകപ്പൂവിൻ്റെ നിറം, ഓജസ് ഓളം വിട്ടുന്ന മുഖം, വിടർന്ന് നീണ്ട കണ്ണുകൾ, ഇടതൂർന്ന് ഞെരുങ്ങി വളരുന്ന മുടി, സ്വർണ്ണ ഫ്രെയിമുള്ള കണ്ണട, പാകത്തിന് തയ്ച്ച് ഇസ്തിരിയിട്ട തൂവള്ള വസ്ത്രം, ചലനങ്ങളിൽ യുവസഹജമായ ഊർജ്ജസ്വലത, തീരുമാനങ്ങളിൽ ഉറപ്പ്, ഋജുവും നർമ്മബോധം നിറഞ്ഞതുമായ സംഭാഷണം, ദയയും അനുകമ്പയും നിറഞ്ഞ സമീപനം, ഇവയൊക്കെയും ശങ്കർ ഇരിക്കുന്നിടം അധ്യക്ഷസ്ഥാനമാക്കി തീർത്തിരുന്നു. ആർ ശങ്കറിൻ്റെ ഈ ആകാര സൗകുമാര്യം ആരെയും ആകർഷിക്കുന്ന ഒരു കാന്തിക പ്രഭാവലയം അദ്ദേഹത്തിന് ചുറ്റും ഉണ്ടാക്കിയിരിക്കുന്നു. മനോഹരമായി എഴുതിയിരിക്കുന്നു. ഡോക്ടർ രഘു സാറേ, സാറ് കണ്ട ആർ ശങ്കർ എങ്ങനെയായിരുന്നു? നമ്മളിപ്പോൾ ഇത്രമാത്രം ഒരു കോൺട്രവേഴ്സി, ഇത്രമാത്രം ഒരു വിവാദം അദ്ദേഹം അർഹിക്കുന്നുണ്ടോ? അതായത് ആർ ശങ്കറിനെ BJPയും RSSും വെള്ളാപ്പള്ളിയും എല്ലാം കൂടി തങ്ങളുടേതാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ആ പേര് ഞങ്ങളുടേതായ, ഇപ്പം വെള്ളാപ്പള്ളി ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ആളാണ് എന്നാണ്. അപ്പം ഞങ്ങളും നിങ്ങളും എന്നൊക്കെ ഒരു വേർതിരിവുണ്ടാക്കി കേരള സമൂഹത്തെ കീറിമുറിക്കാൻ ആർ ശങ്കറിനെ ചിലർ ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആർ ശങ്കർ ആരായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം. എനിക്ക് ആർ ശങ്കറെ കുറിച്ചുള്ള ധാരണയാണ് എൻ്റെ പുസ്തകത്തിൻ്റെ പേരിന് ഞാൻ കൊടുത്തിട്ടുള്ളത്. ആർ ശങ്കർ ഒരു യുഗത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ആർ ശങ്കർ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നതിന് മുമ്പ് ആർ ശങ്കർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ട്രഷററും സെക്രട്ടറിയുമായിരുന്നു. 1937 അദ്ദേഹം സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ട്രഷററും 38 അദ്ദേഹം ഈ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സെക്രട്ടറിയുമായി. അതിനുശേഷമാണ് ഈ കോൺഗ്രസ്സിന് SNDP യോഗത്തിൻ്റെ കൂടി ജനറൽ സെക്രട്ടറി ആകണം ആർ ശങ്കർ എന്നുള്ള ആഗ്രഹത്തോടെ അദ്ദേഹത്തെ SNDP യോഗം ജനറൽ സെക്രട്ടറി ആക്കുന്നത്. 1944 ആർ ശങ്കർ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആകുന്നത്. അന്ന് നിവർത്തന പ്രക്ഷോഭത്തിന് ശേഷം ചലനമറ്റ് കിടന്ന SNDP യോഗത്തെ ചലനാത്മകമാക്കാൻ ഓരോ ശാഖയിലും കയറിയിറങ്ങി നടന്ന് ഓരോ ശാഖയ്ക്കും സ്വന്തമായിട്ട് വസ്തുക്കളുണ്ടാക്കി, യൂണിയനുകൾക്ക് വാഹനങ്ങളുണ്ടാക്കി, അങ്ങനെ അനവധി ശാഖകൾ, അനവധി യൂണിയനുകൾ ഉണ്ടാക്കി SNDP യോഗത്തെ ഒരു സുശക്തമായ സമര സംഘടനയാക്കി മാറ്റുവാനായിട്ടാണ് ആർ ശങ്കർ ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ 1945 SNDP യോഗത്തെ കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഈ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു വരണം. ശ്രീനാരായണ ഗുരു ഉപദേശിച്ചതാണ് സംഘടന കൊണ്ട് ശക്തരാകുക. അതിനാദ്യം സംഘടനയെ ശക്തിപ്പെടുത്തി, അത് കഴിഞ്ഞ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പറഞ്ഞ അതിൻ്റെ സ്ഥാനത്ത് അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ 1945 SNDP യോഗത്തിൻ്റെ ബോർഡിനെ കൊണ്ട് കൊല്ലം കേന്ദ്രീകരിച്ചൊരു കോളേജ് ആരംഭിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ 1947 കൊല്ലം SM കോളേജിന് ശിലാസ്ഥാപനം നടത്തുകയുണ്ടായി. 48 ജൂണിലാണ് പിൽക്കാലത്തൊരു യൂണിവേഴ്സിറ്റിയായി വിഭാവനം ചെയ്യത്തക്ക രീതിയിൽ SN കോളേജ് ആർ ശങ്കർ ആരംഭിക്കുന്നത്. 1951 തൊട്ടടുത്ത് ഒരു വനിതാ കോളേജ് അദ്ദേഹം ആരംഭിച്ചു. അത് ഒരു ചരിത്ര സംഭവമാണ്. 1948 ആരംഭിച്ച കോളേജ്, 51 ആരംഭിച്ച കോളേജ് എന്ന് പറയുന്നത് ശൂന്യതയിൽ നിന്ന് അദ്ദേഹം ഒരു വലിയ വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. കാരണം പിടിയേരിയിട്ടും അതുപോലെ തന്നെ 1 ലക്ഷം ശരിക്കും മന്നത്ത് പത്മനാഭൻ ഓരോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയതുപോലെ തന്നെയാണ്. മന്നത്ത് പത്മനാഭൻ ഉണ്ടാക്കി സുദീർഘമായൊരു കാലം കൊണ്ടാണ് അദ്ദേഹം ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയതെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് അത്ഭുതകരമായ മാറ്റമാണ് വിദ്യാഭ്യാസ രംഗത്ത് ആർ ശങ്കർ ഉണ്ടാക്കിയത്. അതിനുശേഷം ഈ യോഗത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ കോളേജ് ആരംഭിച്ചത്. അത് കഴിഞ്ഞ് യോഗത്തെ പോലൊരു ബഹുജന സംഘടനയ്ക്ക് ഈ സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അന്ന് SNDP യോഗത്തിൻ്റെ ആസ്തി ബാധ്യതകൾ 12 ലക്ഷത്തിലധികം വരുന്ന ആസ്തി ബാധ്യതകളെല്ലാം കൂടി ട്രാൻസ്ഫർ ചെയ്ത് ശ്രീനാരായണ ട്രസ്റ്റ് 1952 ശ്രീനാരായണ ട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. 1952 ശ്രീനാരായണ ട്രസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് വീണ്ടും അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കാരണം അതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ
വിദ്യാഭ്യാസം ലഭിക്കാതിരുന്ന പിന്നോക്ക അധസ്ഥിത ദളിത് ജനവിഭാഗങ്ങൾ ആയിരക്കണക്കിന് വരുന്ന ദളിത് ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചു എന്നതാണ് അതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. സാക്ഷരത, കേരളം സാക്ഷരതയിൽ ഇത്രയധികം മുൻപന്തിയിൽ വരാൻ കാരണം, അതുകൊണ്ട് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിന് കാരണമായിട്ടുള്ളത് ഈ വിദ്യാഭ്യാസ ദർശനത്തിൻ്റെ അതിൽ പൂർത്തീകരിക്കുന്ന കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം അന്നത്തെ SN കോളേജിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പം, ഇപ്പം നമ്മുടെ ഡോക്ടർ PC അലക്സാണ്ടർ, പിന്നീട് ഗവർണറും ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന PC അലക്സാണ്ടർ ICS ഇവിടെ പഠിപ്പിച്ചതാണ്, ഈ SN കോളേജ് പഠിപ്പിച്ചതാണ്. ഒരുപക്ഷെ അലക്സാണ്ടർ സാറിനെയൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ച് കൊണ്ടുവരികയായിരുന്നു അല്ലേ, പലയിടത്തു കൊണ്ടുവരികയായിരുന്നു. പ്രഗത്ഭരായ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരെ, ലണ്ടൻ തുടങ്ങിയിട്ടുള്ള വിദേശ യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരെയാണ് ആർ ശങ്കർ യാതൊരു പ്രതിഫലവും വാങ്ങാതെ അതിൻ്റെ ഹെഡായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും തലവന്മാരായിട്ട് വെച്ചിരുന്നത്. സഹസ്രനാമ അയ്യർ, രാമയ്യർ, ശ്രീനിവാസൻ തുടങ്ങിയിട്ടുള്ള PS വേലാരൻ തുടങ്ങിയിട്ടുള്ള അതിപ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ SN കോളേജിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അധ്യാപകരാക്കി വെക്കുകയും മാത്യു തരകൻ സാമ്പത്തിക ശാസ്ത്രത്തിന് വലിയ വിദഗ്ധൻ, PC അലക്സാണ്ടർ, നിത്യചൈതന്യ യതി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആദിപ്രഗത്ഭന്മാരെയാണ് SN കോളേജ് അധ്യാപകരാക്കി വെച്ചത്. അത് കഴിഞ്ഞ് അന്ന് ഈ സമുദായത്തിൽ പലരും പറഞ്ഞു നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരെയല്ലേ ഇവിടെ അധ്യാപകരായിട്ട് നിയമിക്കേണ്ടത്, അന്യ സമുദായത്തിൽപ്പെട്ടവരെ എന്ത് നിയമിക്കുന്നു അദ്ദേഹത്തെ ചോദ്യം ചോദിച്ചും അതാണ് ആർ ശങ്കറിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ജാതിയോ മതമോ പ്രദേശമോ നോക്കാതെ ഏറ്റവും പ്രാഗൽഭ്യം എവിടെയാണോ, കാരണം സെൻറ്റർ ഓഫ് എക്സലൻസ്, വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ്, അദ്ദേഹം തന്നെ ഒരു ഒന്നാമനായിരുന്നല്ലോ. എവിടെ ചെന്നാലും ഒന്നാമന്, വിദ്യാഭ്യാസ രംഗത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്നാമൻ, വിദ്യാലയത്തിലൊരു അധ്യാപകനായിട്ട് ചെന്നപ്പോൾ അവിടെ ഹെഡ് മാസ്റ്റർ, KPCC ആകുമ്പോൾ അവിടെ പ്രസിഡൻറ്റ്, മുഖ്യമന്ത്രി സ്ഥാനം അവിടെ ഒരു ഭരണരംഗത്ത് ചെന്ന മുഖ്യമന്ത്രി, ഇങ്ങനെ എല്ലാം ഒന്നാം തരം എന്നുള്ള കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോയ ഒരു നേതാവാണ്. അപ്പോൾ സമുദായം ഒന്നാം നിരയിലേക്ക് ആ സമുദായത്തെ കൂടി എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ആർ ശങ്കർ പരിശ്രമിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ കോളേജ് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ ഉന്നതി പ്രാപിച്ചെങ്കിൽ മാത്രമേ സമുദായം രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള ധാരണയോടുകൂടിയാണ് വിദ്യാഭ്യാസ രംഗം ഇത്രയധികം ശ്രദ്ധ. എന്തുകൊണ്ട് SNDPയുടെയും SN ട്രസ്റ്റിൻ്റെയും കോളേജുകളുടെ നിലവാരം താഴേക്ക് പോയി? താഴേക്ക് പോയത് ആർ ശങ്കറിനെ പോലെ ഒരു വലിയ ക്രാന്തദർശിത്വമുള്ള, ദീർഘവീക്ഷണമുള്ള, കർമ്മകുശലതയുള്ള നേതാക്കന്മാർ പിൽക്കാലത്ത് അതിൻ്റെ ഭരണരംഗത്ത് വരാത്തതാണ് കാരണം. അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കത്തില്ലായിരുന്നു സ്ഥിതി. SN കോളേജിനെ തന്നെ ഒരു വലിയ സർവകലാശാലയായിട്ടാണ് അദ്ദേഹം വിഭാവനം ചെയ്തിരുന്നത്. അന്ന് അതൊരു ഓക്സ്ഫോർഡായിരുന്നു. അന്ന് SN കോളേജ് ഒരു ഓക്സ്ഫോർഡായിരുന്നു. അതിനെ തന്നെ ഒരു വലിയ സർവകലാശാലയായി വികസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ആ കോളേജ് ആരംഭിക്കുന്നത്. എന്താണ് ഈ ആർ ശങ്കർ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത്? ഞാൻ 91 ഈ ആർ ശങ്കർ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നത്. 91 ഞാൻ ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയായി. ഞാനൊരു അവിചാരിതമായിട്ടാണ്, ഞാൻ ചെറിയാമ്പലപ്പിനൊക്കെ അറിയാം, ഞങ്ങളൊക്കെ അന്ന് അതിനു മുമ്പ് 87 തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് മത്സരിക്കുന്ന, ഞാൻ വിദ്യാർത്ഥി നേതാവായി യൂത്തിലേക്ക് വരുമ്പോൾ ചെറിയാമ്പലപ്പ് ഞങ്ങളുടെയൊക്കെ മുതിർന്ന യൂത്ത് കോൺഗ്രസ് ചെറിയാമ്പലിപ്പെ ശരത്ചന്ദ്ര പ്രസാദിന്റെ എത്രയോ പ്രസ്താവനകൾ ഞാൻ മാതൃഭൂമി ഡെസ്കിലിരുന്ന് കുറച്ച് വെട്ടിക്കൊണ്ടേ കളഞ്ഞു, കുറച്ചൊക്കെ പദ്ധതി കൊടുത്തു. അപ്പോൾ അന്ന് ഞാൻ ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയായി ചെല്ലുമ്പോൾ ഞാൻ ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥി എന്ന് കേട്ടപ്പോൾ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ചെറിയാമ്പലിപ്പിൻ്റെ ആ കുന്നുകുഴി പ്രദേശത്ത് നിന്നൊക്കെ ഒരുപാട് പഴയ മുതിർന്ന ആളുകൾ, എൻ്റെ ബന്ധുക്കളായിട്ടും എനിക്ക് പരിചയമുള്ള എൻ്റെ ഗുരുക്കന്മാരായിരുന്ന ആളുകൾ പലരും എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ആറ്റിങ്ങൽ പോവാണല്ലേ, ശങ്കർ സാറിനെ മനസ്സിൽ വെക്കണമെന്ന്. ഞാൻ പറയുമ്പോൾ എൻ്റെ കണ്ടവരുടെ പോകും. ആറ്റിങ്ങൽ മത്സരിക്കാൻ പോകുമ്പോൾ ശങ്കർ സാറിനെ മനസ്സിൽ കാണണം എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ വീട്ടിൽ ശങ്കർ സാറിൻ്റെ പടം വെച്ചിട്ടുണ്ട്. ഞാൻ ആ ശങ്കർ സാറിൻ്റെ ചിത്രം നോക്കി തൊഴുതിട്ട് തന്നെയാണ് പോയത്. ആറ്റിങ്ങൽ ചെന്നിറങ്ങുമ്പോൾ NSS പ്രസിഡൻ്റായിരുന്ന PV നീലകണ്ഠപിള്ള വക്കീൽ, ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ഇത്ര തടി പോലുമില്ല, മെലിഞ്ഞിരിക്കുകയാണ്. നീലകണ്ഠപിള്ള വക്കീൽ നല്ല തടിച്ചു പൊക്കമുള്ള ആളാണ്. നീലകണ്ഠപിള്ള വക്കീലിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പലരും ശങ്കർ ഇവിടെ വന്നപ്പോൾ ആർ ശങ്കർ വന്നപ്പോൾ ആർ ശങ്കറിനെ തള്ളിയിടാൻ ശ്രമിച്ചപ്പോൾ ഞാൻ കൂടെ നിന്ന ആളാണ്. ആർ ശങ്കറിന് വണ്ടിയിൽ കയറുന്ന 2-3 ആളുകൾ ഒരാൾ ഞാനാണ്. PV നീലകണ്ഠപിള്ള വക്കീൽ NSSൻ്റെ പ്രസിഡൻ്റായിരുന്ന ആളാണ്. ശങ്കർ സാറിൻ്റെ ഏറ്റവും വിശ്വസനായിട്ടുള്ള ആളായിരുന്നു PV നീലകണ്ഠപിള്ള വക്കീൽ. PV നീലകണ്ഠപിള്ള വക്കീലിനെ പോലെയുള്ള പഴയകാല മുതിർന്ന ശങ്കർ സാറ് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മിലിറ്റൻ്റായി നിന്ന പഴയ ആളുകൾ, ഞാൻ അവരുടെയൊക്കെ വീട്ടിൽ പോയി അവിടെ കാലൊക്കെ തൊട്ട് തൊഴുതിട്ടാണ് ഞാൻ തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ കാണിച്ചൊരു ആവേശം. ഞാൻ തിരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞു എന്നെ വിളിച്ച് ഇതേ ആളുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശങ്കർ സാറിൻ്റെ പേര് എല്ലാവരും മറക്കുന്നു, ആർ ശങ്കറിൻ്റെ പേരിൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കണം,
ശരത്ചന്ദ്ര പ്രസാദ് അതിൻ്റെ പ്രസിഡൻ്റായി വന്നു. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കെന്തൊരു 32 വയസ്സാണ്, ഞാൻ ഇത്രയും മുതിർന്ന നിങ്ങൾ ആരെങ്കിലും ആകുക, ഞാൻ നിങ്ങളെ കൂടെ നിൽക്കാം. ഇല്ല, ശരത്തിനെ ഒരു നിയോഗം പോലെ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയായി MLA വന്നു. ശങ്കർ സാറിൻ്റെ കണ്ണീർ വീണ മണ്ണാണ്, അതുകൊണ്ട് ശങ്കർ ഫൗണ്ടേഷൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ആദ്യം കൂടിയപ്പോൾ ആദ്യം ആവശ്യപ്പെട്ടത് നമുക്കൊരു പ്രതിമ ഉണ്ടാക്കണം. ശങ്കർ സാറിൻ്റെ പേര് സ്മാരകം ഉണ്ടാക്കണം. പ്രതിമ ഉണ്ടാക്കുമ്പോൾ ആ പ്രതിമ കുദ്രോളി ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരണം. അപ്പം ഞാൻ അന്ന് ഈ കുദ്രോളി എന്നൊക്കെ ചെറുതായി കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ കർണാടകത്തിൽ മംഗലാപുരത്തുള്ള ക്ഷേത്രമാണ് ഗുരുദേവൻ പ്രതിഷ്ഠ ക്ഷേത്രം. ആർ ശങ്കറിന് ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ള, അവിടെ പോയി ഒരുപാട് പ്രാർത്ഥന നടത്തുന്ന ഒരു ക്ഷേത്രമായിരുന്നു അത്. ഞാൻ പറഞ്ഞു, നോക്കാം, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഓരോ വർഷവും ജനനവും അദ്ദേഹത്തിൻ്റെ ജന്മദിനവും ചരമദിനവും ഒക്കെ ഞങ്ങളിങ്ങനെ ആചരിച്ച് ചെറിയ ചെറിയ പരിപാടിയൊക്കെ നടത്തി ഇങ്ങനെ പോവാണ്. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച സഖാവ് അനിരുദ്ധൻ ഇതിൻ്റെ ആദ്യ വർഷത്തെ യോഗത്തിൽ എന്നോട് ഞാൻ പറഞ്ഞു, എൻ്റെ ബന്ധു കൂടിയാണ് അനിരുദ്ധൻ, ഞങ്ങളിങ്ങനെ തുടങ്ങി, എൻ്റെ വിളിക്കണം, ഞാൻ വരുമെന്ന്, എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഒരു അനുസ്മരണ ചെറിയാമ്പലപ്പെട്ട ഒരു യോഗമാണ്. ആ അനുസ്മരണ യോഗത്തിൽ വന്ന് സഖാവ് അനിരുദ്ധൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. ഞാൻ ആ മനുഷ്യനുമായി മത്സരിച്ച ആ മനുഷ്യനെ തോൽപ്പിച്ചുവെങ്കിലും ഞാനാണ് തോറ്റതെന്നാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ചിന്ത. അത്രയും വലിയൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ആ മനുഷ്യനെ തോൽപ്പിച്ചതാണെന്ന് എനിക്കല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. കാരണം ഞാനാണ് ജയിച്ചത്. ഞാൻ അദ്ദേഹത്തെ മനസ്സുകൊണ്ട് ഇപ്പോഴും കുമ്പിടുകയാണ്. അത്ര വലിയ മനുഷ്യനാണ്, ഒരിക്കലും തോൽക്കേണ്ട ആളല്ല. പക്ഷേ എൻ്റെ പാർട്ടി എന്നെ നിയോഗിച്ചു, ഞാൻ മത്സരിച്ചു, ഞാൻ ജയിച്ചു. അത്രത്തോളം ഞാൻ ആർ ശങ്കറിനെ മനസ്സിൽ സൂക്ഷിക്കുന്നു എന്ന് അദ്ദേഹം. അപ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത കൂടി വർഷങ്ങൾ കഴിഞ്ഞ് വന്ന് രമേശ് ചെന്നിത്തല KPC പ്രസിഡൻ്റായി. അപ്പോൾ ആ സമയത്ത് ലീഡർ മുഖ്യമന്ത്രിയായ സമയത്ത് അന്തരിച്ചു പോയ ശാശ്വതാനന്ദ സ്വാമിയുമായി ഞാൻ ചേർന്ന് ഒരു മെമ്മോറാണ്ടം കൊണ്ട് ഇതിൽപ്പെട്ട മുതിർന്നവരെ കൂടെ വിളിച്ച് ലീഡർ കൊണ്ടുകൊടുത്തു. ലീഡർ അപ്പം തന്നെ കവടിയാറിൽ അവിടെ ശാശ്വതാനന്ദ സ്വാമിക്ക് വേണ്ടി അനുവദിച്ച ഒരു സ്ഥലമുണ്ട്, ഒരു ആത്മീയ പഠന കേന്ദ്രം. അതിൻ്റെ അപ്പുറത്തുള്ളൊരു കുഴിപ്പാക്കുള്ള സ്ഥലത്ത് സ്ഥലം അനുവദിക്കാനായിട്ട് പേപ്പർ എഴുതി വില്ലേജ് ഓഫീസിലേക്ക് വിട്ടു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോഴത്തേക്ക് ലീഡർ മുഖ്യമന്ത്രി സ്ഥാനം 95 പോകുന്നു. ആ അംഗീകരിച്ച് എനിക്ക് കടലാസ് വന്ന അത് പിന്നീട് അതങ്ങ് പിന്നെ എസ്റ്റിമേറ്റ് കമ്മിറ്റി അങ്ങോട്ട് കൂടിയിട്ട് അവിടെ ടൂറിസത്തിന് വേണമെന്ന് ഇപ്പോഴും അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു കത്ത് തന്നു പോയി. പിന്നീട് LDFൻ്റെ ഗവൺമെൻറ് വരുന്ന സമയത്ത് ശ്രീ KP രാജേന്ദ്രൻ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ പിടിയായി നിന്നപ്പോൾ എനിക്ക് 10 സെൻറ്റ് സ്ഥലം അവിടെ അനുവദിച്ചു. ഇപ്പോൾ ഈ പ്രതിമ വെക്കാനായിട്ട് ഈ സ്ഥലം അന്ന് 3-4 സ്ഥലം ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് പോയി. അടൂർ പ്രകാശ് മന്ത്രിയായി വന്ന് ഇപ്പോഴത്തെ ഗവൺമെൻറ് വന്ന സമയത്ത് പാളയത്ത് ആ സ്ഥലം അനുവദിച്ചു. ആ സ്ഥലം അനുവദിച്ച് അവിടെ മുഖ്യമന്ത്രി ആ പ്രതിമ സ്ഥാപിക്കാനുള്ള തറക്കല്ലിട്ടെങ്കിലും അതിന് ഞാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ക്ഷണിച്ചിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, മുഖ്യമന്ത്രി തറക്കല്ലിടാൻ വേണ്ടി ആ സ്ഥലം അനുവദിക്കും, വരും, അപ്പോൾ ഞാൻ അറിയിക്കും, ചേട്ടൻ വരണമെന്ന് പറഞ്ഞു. ഞാൻ വരാമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി ഡേറ്റ് തന്നപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, അപ്പോൾ ഞാൻ സ്ഥലത്തില്ലെന്ന് പറഞ്ഞു.